ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരങ്ങേറിയത് വൻ വോട്ട് കൊള്ള എന്നതാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പുതിയ ആരോപണം. സംസ്ഥാനത്ത് 25 ലക്ഷം വോട്ട് തിരിമറി നടന്നെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരാൾക്ക് 10 ബൂത്തുകളിലായി 22 വോട്ടുകളുണ്ടെന്നും വോട്ടർ പട്ടിക തെളിവായി രാഹുൽ ചൂണ്ടിക്കാട്ടി. സാമൂഹിക മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ പ്രചരണം ലഭിച്ച വോട്ട് ചോരിക്ക് ശേഷമുള്ള കോൺഗ്രസിന്റെ എച്ച് ബോംബാണിത്. ഇതിൽ രാഹുൽ വളരെ ഗുരുതരമായൊരു ആരോപണം എടുത്തു പറഞ്ഞിരുന്നു. ഒരു ഫോട്ടോ അദ്ദേഹം ആദ്യം തനിക്ക് മുന്നിലുള്ള സ്ക്രീനിൽ കാണിച്ചു. എന്നിട്ട് മാധ്യമങ്ങളോട് ചോദിച്ചു, ഇതാരാണെന്ന് പറയാനാകുമോ എന്ന്. സാധാരണ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡുകളിൽ കാണുന്ന പോലെ ഒരു ഫോട്ടോ ആയിരുന്നില്ല അത്. എന്നാൽ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ഒരാളാണിതെന്ന് രാഹുൽ വ്യക്തമാക്കി. തെളിവായി ചില തിരിച്ചറിയൽ കാർഡുകളും അദ്ദേഹം കാണിച്ചു. ഒന്നും രണ്ടുമല്ല, 22 എണ്ണം. 10 ബൂത്തുകളിലായി 22 തവണയാണ് ഇവർ വോട്ട് ചെയ്തതെന്നാണ് രാഹുലിൻ്റെ വാദം. അദ്ദേഹം ബിഗ് സ്ക്രീനിൽ കാണിച്ച ഈ ചിത്രം പതിപ്പിച്ച വോട്ടർ ഐ ഡികളിൽ സീമ, സ്വീറ്റി, സരസ്വതി, ലക്ഷ്മി, വിമല എന്നിങ്ങനെ നിരവധി പേരുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പല പേരുകളിൽ പല ബൂത്തിൽ പല തവണ വോട്ട്. ഞെട്ടണ്ട, ഇതൊന്നും വെറും ആരോപണങ്ങൾ മാത്രമല്ല. ഹരിയാനയുടെ വോട്ടർ പട്ടികയിലെ വിവരങ്ങളാണ് രാഹുൽ ഗാന്ധി പ്രദർശിപ്പിച്ചത്. She votes 22 times in Haryana and she votes in 10 different booths in Haryana. She's got multiple names: Seema, Sweetie, Saraswati, Rashmi. That somebody fed this lady into the electoral list at a centralized level, not at the booth level. എന്നാൽ പല പേരുകളിൽ വോട്ട് ചെയ്ത ഈ സ്ത്രീ ആരാണ്? രാഹുൽ ഗാന്ധി പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ശരിക്കും ഇൻ്റർനെറ്റിൽ ലഭ്യമായ ഒരു സ്റ്റോക്ക് ഇമേജാണ് രാഹുൽ ഗാന്ധി കാണിച്ച യുവതിയുടെ ചിത്രം. unsplash.com എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. ഈ സൈറ്റ് വഴി ഉപഭോക്താക്കൾക്ക് സൗജന്യമായി ഏതൊരു ചിത്രം വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം. ഈ വെബ്സൈറ്റിൽ മാത്യൂസ് ഫെറേറോ എന്ന അക്കൗണ്ടിലാണ് ഈ വിവാദ യുവതിയുടെ ചിത്രം അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. വിമൺ വെയറിംഗ് ബ്ലൂ ഡെനിം ജാക്കറ്റ് എന്നാണ് ചിത്രത്തിൻ്റെ ക്യാപ്ഷൻ. 2017 മാർച്ച് 2-ാം തീയതിയാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. unsplash.com വഴി ഈ ചിത്രം ഇതിനോടകം തന്നെ 4,21,224 പേർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. മൊത്തം 5 കോടിയിലധികം പേരാണ് ഈ ചിത്രം കണ്ടിട്ടുള്ളത്. ഇതൊരു ബ്രസീൽ മോഡലിൻ്റെ ചിത്രമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. She is a Brazilian model. That's a stock photograph and she is one of 25 lakh such records. This is proof of a centralized operation. I'm going to show you. If you just scan that, that's her official page. ഈ ബ്രസീൽ മോഡലിൻ്റെ അക്കൗണ്ട് ലിങ്ക് എന്ന പേരിൽ ഒരു QR കോഡും രാഹുൽ പങ്കുവച്ചിരുന്നു. എന്നാൽ അത് ആ മോഡലിൻ്റെ അക്കൗണ്ട് ലിങ്ക് അല്ല. unsplash.comൽ ഈ ചിത്രം അപ്ലോഡ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിൻ്റെ ലിങ്കാണ്. എന്നാൽ ഇത് ഒരു യുവതിയുടെ അക്കൗണ്ടുമല്ല. മാത്യൂസ് ഫെറേറോ എന്ന പുരുഷ ഫോട്ടോഗ്രാഫറിൻ്റേതാണ്. ഇതിനോടകം അദ്ദേഹം എടുത്തിട്ടുള്ള മറ്റ് ചിത്രങ്ങളും ഈ അക്കൗണ്ടിൽ കാണാം. എന്തിന്, ഇതേ യുവതിയുടെ തന്നെ മറ്റൊരു പോസിലുള്ള ചിത്രവും ഇവിടെ കാണാൻ പറ്റും. എന്നാൽ ഇത് ബ്രസീലിയൻ മോഡലിൻ്റേതാണെന്ന യാതൊരു വിവരവും ഈ അക്കൗണ്ടിൽ കാണാനില്ല. ഇവരെ പറ്റിയുള്ള മറ്റു വിവരങ്ങളും നിലവിൽ ലഭ്യമല്ല. എന്താണ് ഇവിടെ നടക്കുന്നത്? രാഹുൽ പറഞ്ഞത് സത്യമാണെങ്കിൽ മോർഫ് ചെയ്ത് ഫോട്ടോകൾ വെട്ടിയൊട്ടിച്ച് മീം ചെയ്യുന്ന ഒരു സൈബർ തൊഴിലാളിയുടെ നിലവാരത്തിലേക്ക് വളർന്നിട്ടുണ്ട് നമ്മുടെ സംവിധാനങ്ങൾ. ഇത് അന്വേഷിക്കേണ്ട കാര്യമാണ്. തീർച്ചയായും ആശങ്കയോടെ കാണേണ്ടതുമാണ്.